ഇപ്പോൾ സമയം ഒരു 7, 7:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികളെ മദ്രസയിൽ ഒക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു ഫുള്ളായിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നാശമായി പോകും കേട്ടോ. ഇവരാരും അങ്ങനെ കഴിക്കാൻ ഭയങ്കര പാടാണ് ഇവരൊക്കെ കഴിപ്പിക്കാൻ. ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, കഴിപ്പിക്കുക വേണമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ പകുതി മുറിച്ചിട്ട് നമ്മുടെ അടുത്ത വീട്ടിലെ താത്തണ്ട് കേട്ടോ, അപ്പോൾ അവർക്ക് കൊടുത്തു. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇവർ നമുക്കും തരലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഇത് നമ്മളെ പുരയിൽ നിന്ന് കൊടുന്നതായിരുന്നു. അപ്പോൾ അത് ഞാനൊരു പകുതി അവിടെയും കൊടുത്ത് പകുതി ഞാനും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് ഉപ്പേരി ആദ്യം വിചാരിച്ച് മോരൊഴിച്ച് പരിപ്പും മോരും കൂടി ഇത് പപ്പായ ഇട്ടിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് മോര് കറിയാക്കി വെക്കാമെന്ന് വെച്ചു. പിന്നെ നോക്കുമ്പോൾ അപ്പോൾ എന്താ പറയുക, പരിപ്പ് വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ പിന്നെ ഒന്ന് ഉപ്പേരിയാക്കി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ അജുനത് സ്കൂളിലേക്ക് അത് കൊടുത്തേക്കാമെന്ന് വെച്ചു. ചിക്കൻ കറി ഇത് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. വേഗം അരിഞ്ഞൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ എന്തു പറയാനാ, നമ്മളെ കുക്കറ് നമ്മൾ ചതിച്ചു. ഇന്ന് കുക്കർ ചില ദിവസങ്ങളിൽ പണി മുടക്കാറുണ്ട്. എന്താ വെച്ചാൽ വിസിലേ വരില്ല കേട്ടോ. കുറേ കഴിയണം വിസിൽ വരാൻ. ചിലപ്പോൾ അതിൻ്റെ ആവി പുറത്തു കൂടെ പോവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് നല്ലൊരു എന്താ പറയുക തിരക്ക് പിടിച്ച ദിവസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുക്കർ നമുക്ക് പണി തരും കേട്ടോ. അതല്ലെങ്കിൽ ഒന്നുമില്ലേ അടി പിടിക്കുക, അല്ലെങ്കിൽ വിസിൽ വരാണ്ട് നമ്മളെ പറ്റിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇത്. പിന്നെ ഞാൻ ഉപ്പേരി വെച്ചിട്ട് അത് എന്താ വിസിൽ വന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അജുവിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയില്ല. അപ്പോൾ ചിക്കൻ കറി മാത്രമായിട്ടാണ് കൊടുത്തയച്ചത് കേട്ടോ. ഇത് ഞാൻ എങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ ആദ്യം കുക്കറിൽ ഇത്തിരി പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇത് പപ്പായ ഇട്ടിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ നമ്മളത് കടുക് വറുത്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്തത് വെന്തതിന് ശേഷം. അപ്പം ഞാനത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് താളിക്കുന്നതും ആ ഒരു കറി ഉണ്ടാക്കുന്നതും കേട്ടോ. ഇത് നമ്മൾ ചെറുതാക്കിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, വിസിൽ വന്നില്ല കേട്ടോ. വിസിൽ നമ്മളെ ചതിച്ചു അങ്ങനെ പറയാം. അങ്ങനെ ഞാൻ കുക്കറിലൊക്കെ ഇട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏകദേശം മദ്രസ ഇതരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മദ്രസയൊക്കെ വിട്ട് വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് അടുപ്പത്തുണ്ട്, ചോറ് വേവാറായിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മുടെ ചിക്കൻ കറി കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി വെക്കല്ല, അത് തലേന്ന് രാത്രി വെച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ അത് ആണ് നമ്മൾ തിളപ്പിച്ചിട്ട് കുട്ടിക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കറി ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെയും കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്കുന്ന കറി വേസ്റ്റായി പോകും. എല്ലാവരും ഇറച്ചിക്കറി തന്നെ ആയിരിക്കും കൂട്ടുക. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒന്നും വെച്ചില്ല. അതാണ് മോരുകറി ഉണ്ടാക്കാൻ നിൽക്കാൻ കേട്ടോ. മോരുകറി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മോരുകറി ബാക്കിയാവും, നമ്മുടെ ഇറച്ചിക്കറി എല്ലാവരും കൂട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ ചോറ് ഞാൻ വാർക്കുന്നതിന് മുമ്പ് ഈ ഒരു വലപ്പാത്രത്തിലേക്ക് കുറച്ച് ഇങ്ങനെ കോരിയെടുത്തിരുന്നു കേട്ടോ. കാരണം കുത്തി വെച്ചത് നമ്മൾ ചോറ് പിന്നെ നിവർത്തുന്ന സമയത്ത് ആ വെള്ളം ചോരാണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വെള്ളം പിഞ്ഞ മാതിരി ഉണ്ടാവും ആ ചോറ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുത്തിയെടുത്തത് നിവർത്തണ്ട, കുറച്ച് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇതേപോലെ ഇട്ട് വെച്ചതാണ്. അങ്ങനെ അതൊന്ന് ചൂടാറട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുപ്പിയിൽ വെള്ളമാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ കുപ്പിയിൽ വെള്ളമാക്കുന്നത് വെറുതെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ വെള്ളം കുടിക്കില്ല കേട്ടോ. അങ്ങനെ അതേപോലെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. പിന്നെ എപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയിട്ട് കുടിച്ചാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇത് നമ്മൾ ഇന്നലെ രാത്രി എടുത്തതാണ്. ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ എപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതേ മെത്തേഡിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ എപ്പോഴും ഉൾപ്പെടുത്താറ് കേട്ടോ. അപ്പോൾ ഉള്ളി തക്കാളി ആദ്യം നമ്മുടെ എണ്ണ വെച്ചിട്ട് ഒന്ന് ഉലുവ പൊട്ടിക്കും കേട്ടോ. എന്നിട്ട് വലിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കും. എന്നിട്ട് അതിലേക്ക് തക്കാളിയും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടും. എന്നിട്ടൊന്ന് വാടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കും കേട്ടോ, ഉപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മളെ മസാലകൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടി മാത്രമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. നമ്മുടെ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ മസാല അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് സാമ്പാർ പൊടി മാത്രമാണ്. ബീഫിനൊന്നും അങ്ങനെ മസാലകൾ നമ്മൾ ഉണ്ടാക്കിയ മസാല തന്നെയാണ് ഇടാറ്. സാമ്പാർ പൊടി മാത്രമാണ് സാമ്പാറിൽ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടികൾ എന്ന് പറയാനുള്ളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ തന്നെ ഇവിടെ മുളകും മല്ലിയൊക്കെ വറുത്ത് പൊടിച്ച് എടുക്കുന്നതാണ്. മഞ്ഞളാണേലും നമ്മളിവിടെ
ഉണ്ടാക്കിയിട്ട് പുഴുങ്ങി ഉണക്കി പൊടിപ്പിക്കുന്നതാണ് കേട്ടോ. അതും നമ്മളൊന്നും അങ്ങനത്തെ ഒന്നും പുറത്തൊന്നും വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ കറിക്ക്. പിന്നെയെന്ന് വെച്ചിട്ട് ഞാൻ അധികം വെള്ളത്തോടെ അല്ല കേട്ടോ കറി ഉണ്ടാക്കാറ്. എന്നാൽ കുറച്ചൊരു കുറുന്നനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ചിക്കൻ വെക്കുമ്പോൾ, അതായത് ബീഫാകുമ്പോൾ നമ്മൾ അധികം ഇവിടെ കറി വെക്കാറില്ല, വരട്ടാറാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കുറച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഉച്ചക്കേക്ക് ചിലപ്പോൾ നാശമായാലോന്ന് വെച്ചിട്ട് ചൂടൊക്കെ അല്ലേ, മഴയൊക്കെ കുറവുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് കുട്ടികൾക്ക് മദ്രസ ഇട്ട് വരുമ്പോൾ അവർക്ക് ചായക്ക് കടിക്ക് കറിയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും പിന്നെ നമ്മൾ അതിലുള്ളതും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതാ ചോറിലേക്ക് നമ്മൾ കറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും നമ്മുടെ എന്താ പറയുക, കുക്കർ വിസിൽ വന്നിട്ടില്ല. അപ്പോൾ വരുമെന്ന് വിചാരിച്ചും കൊണ്ട് നിൽക്കുകയെന്നല്ലാതെ വരുന്നില്ല. പിന്നെ അത് നമുക്ക് കടുക് വറുക്കൊക്കെ വേണ്ടേ, അപ്പോൾ അതിനൊക്കെ ആകുമ്പോഴത്തേക്കും സമയമാവും കേട്ടോ. കുട്ടികളും വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ചായ കൊടുത്ത് അപ്പോൾ അജു മാറ്റിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കൊടുക്കാനൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റവർക്ക് എല്ലാവർക്കും അജു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. മറ്റൊരു രണ്ടാളും അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ഇതാണ് അവർക്ക് വെനസ്ഡേ, ഇത് ഞാൻ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവർക്ക് വെനസ്ഡേൻ്റെ യൂണിഫോം. ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ബുധനാഴ്ച ഇതേപോലെ ഒരു കളറുള്ളതുകൊണ്ട് തന്നെ, ഈ ഒരു യൂണിഫോം ഉള്ളതുകൊണ്ട് തന്നെ അവർക്കൊരു എന്താ പറയുക, ഒരു കളറൊക്കെ ഇട്ടൊരു ഫീലാണ് കേട്ടോ.